ഈ കഴിഞ്ഞ ഡിസംബർ 8 ഏറ്റവും പ്രധാനപ്പെട്ട ഭാവനയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എവിടെയൊക്കെയോ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്ന്. ഞാനങ്ങനെ ഭയങ്കര കരുത്തയായിട്ടുള്ളൊരു പരിധിയൊന്നുമല്ല, ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഫീൽ, ഒരു ഹെൽപ്ലെസ് ഫീൽ അത് ഉള്ളിലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഭാവനയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാനിങ്ങനെ ചെയ്താൽ വേറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഒരു പ്രചോദനമാണ്, വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ഈസി ആയിരിക്കില്ല, അത് അങ്ങനെ ഒരു ജേണിയാണ് എന്ന് മുൻപേ എനിക്ക് അങ്ങനെ ഒരു വാർണിംഗ് തന്നിരുന്നു. ഒരു കൺട്രോള് വേണം ശരിക്കും, കാരണം ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ഫീല് ഭയങ്കര മോശമാണ്. ആരൊക്കെയാണ് ഒരുപാട് പേരുടെ സ്നേഹം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് അതില്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നൈറ്റ് മെയറാണ്. നമസ്കാരം. മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടിയാണ് എനിക്കൊപ്പമുള്ളത്. ടി പത്മനാഭൻ്റെ ഭാഷയിൽ അപരാജിതയാണ് ഈ നടി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാവനയ്ക്കൊപ്പം അല്പസമയം സംസാരിക്കാം. നമസ്കാരം. ഭാവന ഒരു ഇടവേള എടുത്ത് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. അനോമി ഒരുപക്ഷെ രണ്ടാമത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ സിനിമയാണ് അനോമി. പക്ഷെ അനോമി ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ മലയാള സിനിമാ ലോകത്താകെ ചർച്ചയായ ചിത്രമാണ്. അതിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അനോമി പ്രധാന കഥാപാത്രമായി ഭാവന വരുന്നത് മാത്രമല്ല, ഭാവന ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയാണ്. അനോമിയുടെ അനുഭവം എങ്ങനെയാണ്? അനോമി ശരിക്കും ഞാൻ 2023 കഥ കേൾക്കുകയാണ്. സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ ഇൻവെസ്റ്റിഗേഷൻ ജോണർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു മൂവി ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ പുതിയൊരു ടീമാണ്, മാത്രമല്ല വളരെ സംസാരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവർക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അനോമിയിൽ ഞാൻ അപ്പോൾ എനിക്കും 1-2 ചില ക്യാരക്ടേഴ്സിൻ്റെ ചില ഇതൊക്കെ എനിക്കും കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അത് ചോദിച്ചു. അങ്ങനെ 2-3 കോൺവെർസേഷൻസ് ഉണ്ടായി. പിന്നെ 2-3 മീറ്റിംഗ് ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞു. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ അതിലും ഇംപ്രസ്ഡ് ആയി. അങ്ങനെയാണ് അനോമിയിലെത്തുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് മൂവി അത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. അത് ആദ്യം അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അവരങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും അത് എന്തുകൊണ്ട് ഇല്ല, നല്ലതാണല്ലോ എന്നുള്ള. പിന്നെ നമ്മൾ അതുവരെ എടുത്ത ആ ഒരു മൂവിയുടെ പിന്നെ ആ ക്വാളിറ്റി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ശരിക്കും. അങ്ങനെയാണ് നമ്മൾ അതിനൊരു യെസ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കും അറിയാം ഇത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു മൂവി അല്ല, പക്ഷെ അത് കണക്റ്റ് ആവേണ്ട ഒരു ക്രൗഡുണ്ട്. കാരണം നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ചില എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എലമെൻറ്റ്സ് ഉണ്ട്, ഒരു സൈഫൈ എലമെൻറ്റ് അത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ മലയാളത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അറിയാം ഇത് ഒരു വെരി ഫൈൻ തിൻ ലൈനാണ് ശരിക്കും നമ്മളത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അത് റിലീസായതിന് ശേഷം ശരിക്കുമുള്ള ഒരു ഓഡിയൻസ് കണ്ടു തുടങ്ങിയതിന് ശേഷം വരുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ടറിയാണ്. നമുക്ക് ശരിക്കും ഇപ്പോൾ 4 ആഴ്ചയായി മൂവി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിനിലൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്ന റിവ്യൂസ് അല്ലെങ്കിൽ വരുന്ന ആ ഒരു നമ്മൾ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ ശരിക്കും നല്ല ഹാപ്പിയാണ്. അനോമി പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. ഇനി എന്താ പ്ലാൻ? ഇനി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. കാരണം ഞാൻ പൊതുവെ പ്ലാൻ ചെയ്യാറില്ല. പണ്ട് ഞാൻ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ എൻ്റെ പ്ലാൻസ് ഒന്നും നടക്കാറില്ല. അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യലില്ല. ഓക്കെ, ആസ് ഇറ്റ് കംസ് എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാൻ ഇപ്പോൾ. ഒരുപക്ഷെ 2021 ഡിസംബർ 2022 തോന്നുന്നു ഒരുപക്ഷെ ഭാവന രണ്ടാമതൊരു ഇടവേള എടുത്ത് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം എടുക്കുന്നൊരു നിമിഷമുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു ആത്മധൈര്യം പകർന്നത്? എന്തായിരുന്നു? ഞാൻ ഏകദേശം എനിക്കൊരു ആഡം ജോയിൻ 2017 കഴിഞ്ഞിട്ട് ഞാനൊരു 4.5 വർഷത്തോളം ഞാനൊരു ഗ്യാപ്പ് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. പക്ഷെ ഞാൻ കന്നഡയിൽ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് 99 ചെയ്തത്, പിന്നെ ഇൻസ്പെക്ടർ വിക്രം, അതുപോലെ ബജ്രംഗി 2, അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ കന്നഡയിൽ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ.
അപ്പോൾ എന്തുകൊണ്ടൊക്കെയോ എനിക്ക് മെൻ്റലി മലയാളത്തിൽ നിന്ന് കുറച്ച് ഒരു സ്പേസ് വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു മേ ബി എൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡിനായിരിക്കാം. അങ്ങനെ നേരത്തെ പറഞ്ഞ ഭയങ്കര പ്ലാൻ ചെയ്തെടുത്തൊരു തീരുമാനമൊന്നുമില്ല, ഇൻസ്റ്റൻ്റ്ലി വേണ്ട എന്ന് പറഞ്ഞൊരു തീരുമാനം. പക്ഷേ എനിക്ക് ആ ഒരു സമയങ്ങളിലും നല്ല നല്ല പ്രോജക്ട്സുകൾ വന്നിരുന്നു മലയാളത്തിൽ നിന്ന്. അപ്പോഴൊക്കെ ഞാൻ ആ സമയത്തില്ല, ഞാൻ ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. പിന്നെ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം 2022 ബിഗിനിങ് ആയപ്പോഴാണ് എൻഡിക്കാക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അവർ ഫസ്റ്റ് വിളിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് ഇല്ല ഞാൻ കേൾക്കുന്നില്ല, ഒന്ന് കഥയൊന്ന് കേട്ടോ, ഇല്ല ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ അവർ പിന്നെയും ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് കേട്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ചെയ്യണ്ട, ഒന്ന് പിന്നെ ഞാനില്ല ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ പിന്നെ ആ സമയത്തും കുറേ കൊളീഗ്സും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നത് എന്തിനാണ് ചെയ്യാതിരുന്നിട്ട് നിനക്ക് എന്താണ് പിന്നെ ബെനിഫിറ്റ് കിട്ടുന്നതെന്നൊക്കെ. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല, എനിക്കിതാണ് ബെനിഫിറ്റ്. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് എനിക്ക് മാറി നിൽക്കണം എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു. പിന്നെ ഈ 2022 ഒക്കെ ആയപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ എന്താ പിന്നെ ചെയ്യുന്നത് കൊണ്ട് എന്താ, കേട്ട് നോക്കാം എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഞാൻ കൊച്ചിയിലൊരു ഇവൻറ്റിന് വേണ്ടി ഞാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഹോട്ടലിൽ വന്നിട്ടാണ് കഥ പറഞ്ഞത്. ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. അങ്ങനെ ഭയങ്കരമായ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അങ്ങനത്തെ കഥയൊന്നുമല്ല, പക്ഷെ ഒരു ഫീൽ ഗുഡ് ഫിലിം. അപ്പോൾ എനിക്കും തോന്നി ഓക്കെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിലൊരു മൂവി ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ഫിലിം എന്നുള്ള. പക്ഷെ അപ്പോഴത്തേക്കും ഈ OTT ഇത് വന്നതിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനമാണത്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം OTTയിൽ വരുമ്പോൾ കാണാമെന്നുള്ള മൈൻഡ് സെറ്റുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് ഉണ്ട്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ എൻഡിക്കാക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു OTTയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടി. കുറേ പേര് പറഞ്ഞു എനിക്ക് എൻ്റെ കഥ പോലെ തോന്നി എന്നൊക്കെ. അപ്പോൾ പക്ഷെ അത് ഇപ്പോൾ ഈ ഫീൽ ഗുഡ് ഫിലിംസ് എന്നൊക്കെ പറയുമ്പോൾ കുറേ പേരും അങ്ങനെയാണ് OTTയിൽ വരുമ്പോൾ കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനമൊന്നും എൻഡിക്കാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊരു നല്ല സിനിമയാണ്, ഒരു മോശം സിനിമയല്ല. അത് കഴിഞ്ഞിട്ടും ഞാൻ സിനിമകൾ ചെയ്തു. ഞാൻ ശങ്കരാമകൃഷ്ണൻ്റെ റാണിയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്തു, നടികർ ചെയ്തു, ഹണ്ട് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് അനോമി. അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ തിരിച്ചുവരവ് എന്നുള്ളൊരു വാക്കേ ഉപയോഗിക്കില്ല. കാരണം ഞാനൊരു ആക്ടറാണ് എന്ന് കരുതി നമുക്ക് എല്ലാ മാസവും ഒരു റിലീസ് കൊടുക്കാൻ പറ്റില്ല. നല്ല കഥകൾ ഞാൻ വേണ്ട എന്ന് വെക്കുന്ന ഒരു വലിയ വിഭാഗം സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അത് വെറുതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കാണിക്കാനാണെങ്കിൽ എനിക്ക് അതൊക്കെ ചെയ്യാം. ഞാൻ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാം. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പ്രോജക്ട്സുകൾ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ഫേസിലെത്തുമ്പോഴും എനിക്ക് കൂടിയും ചെയ്യാൻ ഇത് ഭാവന ചെയ്താൽ നന്നായിരിക്കും എന്നൊരു സംവിധായകനും ഒരു അതിൻ്റെ തിരക്കഥാകൃത്തിനൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറിനെ നമ്മളെ വിളിക്കുള്ളൂ. വെറുതെ എല്ലാ സിനിമയിലും വിളിക്കാൻ പറ്റില്ല, ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2022 ശേഷം ഇപ്പോൾ പ്രധാനപ്പെട്ട ചില സിനിമകൾ അതും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായി ഭാവന എത്തുകയാണ്. ഏറ്റവും ഒടുവിലുള്ള അനോമി. അപ്പം അതിന് ശേഷമുള്ള ഒരു സ്വീകാര്യത ഇപ്പം ഏതാണ്ട് മുഴുവൻ സമയം കേരളത്തിൽ തന്നെയാണ്. നേരത്തെ ആ ഇടവേളയുള്ള സമയത്ത് ഒരു പക്ഷേ കേരളത്തിൽ അത്ര സമയം സ്പെൻഡ് ചെയ്തിരുന്നില്ല. എങ്ങനെയാണ് തോന്നുന്നത്? എത്രത്തോളം ആളുകൾ ചേർത്ത് നിർത്തുന്നുണ്ട് ഭാവനയെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന സ്നേഹം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻക്ലൂഡിങ് ഇപ്പോൾ ഞാൻ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴുമൊക്കെ ആൾക്കാർ വന്ന് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണത്. അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്തു വെച്ച സിനിമകളിൽ നിന്നും ഒക്കെയുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു കുട്ടി എന്നുള്ളൊരു ഫീലിംഗ് അത് ഒരുപാട് ആക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്കങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്ന ആ ഒരു ഇഷ്ടം അത് വലുതായി നമ്മുടെ അടുത്ത് കാണുമ്പോൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ഫീലിംഗ് ആണ്. കാരണം അവർക്ക് എന്നെ പേഴ്സണലി പരിചയമില്ല. ഈ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുള്ളതും സിനിമയിൽ കണ്ടിട്ടുള്ളതുമുള്ള ആ ഒരാളെ വരുന്നൊരു ഇഷ്ടമാണ്. അപ്പോൾ എന്നെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് ശരിക്കും. കാരണം അതെങ്ങനെയാണ് നമ്മൾ തിരിച്ച് പറയേണ്ടത്. ചില സമയത്ത് ഭയങ്കര എന്താ ഞാൻ എന്താ പറയാന്നുള്ളൊരു ഓക്വേർഡ് ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. പെട്ടെന്ന് ഒരാൾ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ഞാൻ പറയണ്ടേ എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. പക്ഷേ ശരിക്കും ഇങ്ങനെ ഒരു ഭയങ്കര മനസ്സ് നിറയുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ചില സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു കണ്ണ് നിറയണ പോലെ തോന്നുമ്പോൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കും. പക്ഷെ ഭയങ്കര ഒരു ഫീലിംഗ് ആണത്. കാരണം ഇനി എപ്പോൾ നമ്മൾ നേരിട്ട് കാണുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് അത് ഭയങ്കര ഒരു ശരിക്കും ഒരു മനസ്സ്
ഭയങ്കരമായിട്ട് നിറയുന്ന ഒരു ഫീലിംഗ് ആണ്. പലപ്പോഴും പ്രധാനപ്പെട്ട വേദികളിലൊക്കെ അതിഥിയായി ഭാവന എത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടിയിൽ ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻ മുഖ്യാതിഥിയായി, ഏറ്റവും ഒടുവിൽ കോഴിക്കോട് KLF-ലെത്തും. അപ്പോൾ വലിയൊരു സദസ്സിനെ അഭിമുഖീകരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതൊക്കെ. അപ്പോൾ അവിടെ ഒരുപക്ഷെ മുഖ്യാതിഥി അവിടെ ഉദ്ഘാടകനേക്കാൾ കൂടുതൽ കയ്യടി ഭാവനക്കാണ്. എഴുന്നേറ്റ് നിന്ന ആളുകൾ കയ്യടിക്കുകയാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ സത്യം പറയുകയാണെങ്കിൽ പക്ഷേ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം, നമ്മളൊരു റൂമിനകത്താണ്, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, ഷൂട്ട് ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അതൊരു ലൊക്കേഷനാണ്, നമ്മുടെ ഒരു ടീമാണ്, ഞാനൊരു ക്യാരക്ടറായി ഞാൻ അവിടെ എൻ്റെ വർക്കാണത്, ആഡ് ഷൂട്ടിങ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പൊതുവേദികൾ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷൻ എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും എൻ്റെ മുഖം, ഭയങ്കര ടെൻഷനും ഹാർട്ട് ബീറ്റ് കൂടുതലും ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണിത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ IFFK ഫോർ എക്സാമ്പിൾ, രഞ്ജിത്ത് സാർ അന്ന് വിളിക്കുമ്പോൾ ഞാൻ എത്രയോ അല്ല, ഞാൻ അവിടെ ഷൂട്ടിങ്ങിലായിരിക്കും, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ തന്നെ വരുന്ന കുറേ എക്സ്ക്യൂസുകളുണ്ട്. കാരണം അയ്യോ ഒരു പൊതുവേദിയിൽ ഞാൻ പോകണ്ടേ എന്നുള്ളൊരു ടെൻഷൻ. ഈവൻ ഇൻക്ലൂഡിങ് ഇനാഗ്രേഷൻസ് വരെ ഷാനവാസ്ക എന്ന് പറഞ്ഞു, ഷാനവാസ്ക എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഈ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഞാൻ ഭാവനേനെ ഇനാഗ്രേഷന് വേണ്ടി വിളിക്കാറ്. അപ്പം ഞാനിങ്ങനെ പറയും, അയ്യോ ഷാനവാസ്ക ഞാൻ ഷൂട്ടിലായിരിക്കും അങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ് ഇങ്ങനത്തെ ഇവൻറ്റുകൾ പങ്കെടുക്കുക അല്ലെങ്കിൽ ഇനാഗ്രേഷൻസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ചില സമയത്ത് ഭയങ്കര ഒരു അയ്യോ പോണ്ടേ എന്നുള്ളൊരിത്, ആ ഒരു പബ്ലിക്കിലേക്ക് പോകുക എന്നുള്ളത് എനിക്കിപ്പോഴും ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരു കാര്യമാണ്, സ്റ്റേജിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ എല്ലാ ആങ്സൈറ്റികളോടും കൂടെ തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50 പ്രോഗ്രാംസിന് വിളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു 5-6 പ്രോഗ്രാംസിനെ പോകുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെ പോകുന്നതും ന്യൂസ് ആവുകയാണ്. പണ്ട് അങ്ങനെയല്ല, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ അവിടെ മാത്രം അങ്ങനെ അറിയാം. ഇപ്പോൾ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഇങ്ങനെ പുറത്ത് വരുന്നതും എനിക്കൊരു ഇങ്ങനെ ഒരു ആങ്സൈറ്റിയാണ്. ഈ സുനിത വില്യംസും ബെൻ ജോൺസണും ഒക്കെയുള്ള വേദിയിലേക്ക് എത്തുന്നു. പക്ഷെ ഭയങ്കര കൂളായിരുന്നല്ലോ, ഭയങ്കര ഹാപ്പി ആയില്ലേ അവിടെ? ഹാപ്പിയാണ്, ഓഫ്കോഴ്സ്. കൂളൊന്നും ആയിരുന്നില്ല, ഞാൻ നല്ല ആങ്സൈറ്റി ആയിരുന്നു. പക്ഷെ ഞാൻ നല്ല എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു മുഖം വെച്ചുകൊണ്ടാണ് പോവുക. അവരെ പോലുള്ള ലെജൻസിൻ്റെ കൂടെ നമ്മൾ, അതായത് എന്നെ ഒരു ഫംഗ്ഷന് ഭാവനയ്ക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു പക്ഷേ എനിക്ക് ഇനി അങ്ങനത്തെ ഒരു അവസരം കിട്ടില്ലായിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കും പോകണം അല്ലെങ്കിൽ എനിക്കിവരെ കാണണം. അവിടെ ഞാൻ പോയി ഞാൻ ഭയങ്കര അങ്ങനെയൊന്നുമല്ല, ഒരിക്കലുമല്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ബിക്കോസ് ഇപ്പോൾ സുനിത വില്യംസ് അല്ലെങ്കിൽ ബെൻ ജോൺസൺ അവരൊക്കെ ലെജൻസ് ആണ്. അവർ ലൈഫിലൊക്കെ അച്ചീവ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരും ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ അവരുടെ കൂടെ കുറച്ച് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോകാനൊക്കെ ആങ്സൈറ്റി ഉണ്ടെങ്കിലും മടി ഉണ്ടെങ്കിലും അയ്യോ ഞാൻ പോകണോ അങ്ങനെയൊക്കെ ആലോചിക്കുമെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇത് കാണുമ്പോൾ നമ്മൾ ഓക്കെ സാറല്ല വേഗം പോയിട്ട് വരാം, ഒരു 1 hour അല്ലേ എന്നുള്ള പോലെ നമ്മൾ മനസ്സിനെ അങ്ങ് തയ്യാറെടുപ്പിക്കുകയാണ്. വേദിയിൽ ഇറങ്ങിയാലും വന്നിരുന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി. തീർച്ചയായിട്ടും അതാണ്, നമുക്ക് അങ്ങനത്തെ ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്കിനി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സുനിത വില്യംസിനെ പോലെ ഒരാൾ, അതായത് അവർ ലിറ്ററലി ലോകം കീഴടക്കിയ ഒരു ലേഡിയാണ്. സോ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവം കേൾക്കാന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ. മറ്റൊരു കാര്യം, ഒരുപക്ഷെ അവിചാരിതമായിട്ടാകാം ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒടുവിൽ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതായി കേട്ടത്, ഭാവന നീ ജാൻസി റാണിയാണ്, നീ ഒരു മോഡലാണ് മലയാളികൾക്കും സ്ത്രീകൾക്കും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്താ തോന്നിയത്? അദ്ദേഹത്തിനെ പോലെ ഒരാൾ, അതായത് ധൈര്യത്തോടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്, ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആണ്. എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നും ഒരു തരത്തിലുള്ള ഒരു ചിന്തകളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് ഈ 15 വയസ്സിലൊക്കെ തൊട്ടിട്ട് സിനിമ എന്ന് മാത്രം, എൻ്റെ അടുത്ത് ആ സിനിമ കണ്ടിട്ടുണ്ടോ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ സംസാരിക്കാൻ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയത്തിനെ പറ്റിയൊക്കെ എന്തെങ്കിലും സംസാരിക്കാനിരുന്നാൽ ഞാൻ മിണ്ടാതെ ഇരിക്കും. കാരണം എനിക്ക് ഒന്നും അറിയില്ല, ഒരു പെർസെൻറ്റേജ് പോലും ഞാൻ അറിയാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു CM-ൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയണ്ടേ, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും.
കാരണം ഒരു ബന്ധമില്ലാത്ത ഒരു പിന്നെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് പോലും, അതായത് നമ്മളെല്ലാവരും ഇല്ലേ കൂടെ ധൈര്യമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രചോദനമാണ്, വലിയൊരു എൻകറേജ്മെൻ്റാണ് ശരിക്കും. അതങ്ങനെ അതൊരു ഫീലിംഗ് ആണ് അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് അങ്ങനെ വരിക എന്ന് പറയുന്നത്. ഭാവന മുന്നോട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മനുഷ്യന്മാർക്കും തിരിച്ചടി ഉണ്ടാവും, വീഴ്ചകളുണ്ടാവും, പലപ്പോഴും പതറിപ്പോവും. പക്ഷേ പൊതുവെ ഭാവനയെ കാണുമ്പോൾ അങ്ങനെ ഒരു കരുത്തയായ ഒരു വനിതയായിട്ട് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ യാത്രയിൽ ഒപ്പം നടന്നവർ കുറേ പേരുണ്ട്. ഒരുപക്ഷെ ഭാവനയ്ക്ക് തന്നെ അറിയില്ല ആരൊക്കെ ഒപ്പം നടന്നു, ആത്മധൈര്യം പകർന്നു തരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാനങ്ങനെ ഭയങ്കര കരുത്തയായിട്ടുള്ളൊരു വനിതയൊന്നുമല്ല. ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും എൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും പിന്നെ ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് വരുമ്പോൾ ഞാനൊരു ഹാപ്പി ഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആരും വേറെ ഒന്നും വിചാരിക്കരുത് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ ഉണ്ട്. അത് ചിലപ്പോൾ ഇത്രയും ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ വല്ല കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ എനിക്ക് ഒരു ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലൊക്കേഷനെ അത് ബാധിപ്പിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും രാവിലെ ഹാപ്പി ആയിട്ടല്ല വരുന്നത്, ഓരോരുത്തരും ഓരോരോ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. വർക്കിന് വരുമ്പോൾ നമ്മുടെ വർക്കാണ്, നമ്മുടെ പ്രൊഫഷനാണ്. അപ്പോൾ അത് കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര പ്ലസൻ്റ് ആവാനാണ് എപ്പോഴും ശ്രമിക്കുക. അതിപ്പോൾ ഭയങ്കര മൂഡ് ഔട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ ഓക്കെ ആണ് എന്നുള്ളൊരു, അത് ഞാൻ അറിയാതെ തന്നെ വരും. ഒരു ചിരി അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് അതങ്ങനെ ആവും നമ്മൾ. വീട്ടിൽ ചിലപ്പോൾ ആരോടും അധികം സംസാരിക്കാതെയൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ടാവും, മിണ്ടാതെ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയും എനിക്കുണ്ട്. ഭയങ്കര ഒരുപാട് സംസാരിക്കുന്ന ഫ്രണ്ട്സിനോട് അല്ലാതെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സൈഡും കൂടി എനിക്കുണ്ട്. പക്ഷേ ഞാൻ അത് അധികം എവിടെയും ഞാൻ കാണിക്കാറില്ല. വളരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അത്. അപ്പോൾ കൂടെ നടന്നവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പോലും അറിയില്ല ആരൊക്കെയാണ്. ഒരുപാട് പേരുടെ സ്നേഹം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്കിങ്ങനെ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുമ്പോൾ അത് എനിക്കങ്ങനെ ഒരു വാക്കിലത് പറയാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അതില്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നൈറ്റ് മെയറാണ്. നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരിക്കൽ മാത്രം കണ്ടിട്ട് ചിലപ്പോൾ കാണുക പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുമ്പോൾ അതിന് എല്ലാത്തിനും നന്ദി പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. നന്ദി എന്ന് പറയുന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു വാക്ക് പോലെ തോന്നുന്നത്. പക്ഷേ അതിന് മേലെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ലൈക്ക് ലൈഫ് ലോങ് എന്നും ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ആ ഒരു നന്ദി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവും. പലരും ചേർത്ത് നിർത്തുന്നുണ്ട് ഇങ്ങനെ. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, പ്രധാനപ്പെട്ട സാംസ്കാരിക ടി പത്മനാഭനൊക്കെ ഒരുപക്ഷെ അപരാജിത എന്നൊരു പക്ഷേ ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴുള്ള ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടടക്കമുള്ള പിന്തുണകളാണ് മുന്നോട്ടേക്കുള്ള പോക്കിൽ കരുത്താകുന്നത്. എന്താണ് ശരി? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പോകുന്നു. ഞാനങ്ങനെ ഇനി അങ്ങനെ കരുത്ത് ആയിരിക്കണം എന്നൊന്നും ഞാൻ ആലോചിക്കാറേയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസം എങ്ങനെയാണോ അത് അതുപോലെ അങ്ങനെ പോകുന്നു. അല്ലാതെ ഇനി മുൻപിൽ എന്താണ്, ഫ്യൂച്ചറിൽ എന്താണെന്നുള്ള പ്ലാനിങ് ഒന്നും എനിക്കില്ല. വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരു അത്രേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ ലൈഫ് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോവുക. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാറില്ല ഞാൻ. കരുത്തായിരിക്കാനൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഈസി ഇക്വേഷൻ ഒന്നുമില്ല. ഞാനും എല്ലാവരെയും പോലെ ഫുൾ തകർന്ന് ഷാറ്റേഡായി പോകുന്ന നിമിഷങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ എഴുന്നേക്കണം. വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ എല്ലാവരും ഇപ്പം അമ്മയാണെങ്കിലും നവീനാണെങ്കിലും ആരാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഞാൻ തന്നെ ഷോ അപ്പ് ചെയ്യണം. ഞാൻ പോകേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോകണം. അപ്പോൾ അത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആയിപ്പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു കോട്ടുണ്ട്, നമ്മൾ ലൈഫിൽ വേറെ ഓപ്ഷൻ ഇല്ലാതാകുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയി പോകുന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഈസി ഇക്വേഷനൊന്നുമില്ല. ഈ അടുത്ത് സിസ്റ്റർ ഒരു അഭിമുഖത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഭാവനയെക്കുറിച്ച് പറഞ്ഞത്. ഭാവനയാണ് എൻ്റെ മുന്നിലുള്ള മോഡൽ, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ ധൈര്യം പകർന്നത് ഭാവനയാണ്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. 1-2 ഈ അതിജീവിതമാർ എന്നോട് സംസാരിച്ചിട്ട്, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ
ഭാവനയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പലരും പറയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ടോ അങ്ങനെ പറയുമ്പോൾ? വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതൊരിക്കലും ഇങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ട് ഇത് കുറേ പേർക്ക് പ്രചോദനമാകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം ഞാൻ അങ്ങനെ സീരിയസ് ആയി ആലോചിക്കുന്ന ഒരാളും ആയിരുന്നില്ല. അന്ന് എനിക്കത് ശരിയെന്ന് തോന്നി. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അത് തന്നെയായിരുന്നു എൻ്റെ മുൻപിൽ വന്ന ഒരു ഫസ്റ്റ്. അല്ലാതെ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു എന്ന് മാത്രം. അതിന് ശേഷമാണ് പിന്നീട് എത്രയോ ആൾക്കാർ അങ്ങനെ പുറത്ത് വരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു, ഭാവന പറഞ്ഞതുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്ത ഒരാളെ അല്ല. ഞാനിങ്ങനെ ചെയ്താൽ വേറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇത് ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്യും, എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, ഇതെനിക്ക് അറിയണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫീലിങ്ങിൽ പറഞ്ഞതാണ്, വേറെ ഒന്നും ആലോചിച്ചിട്ടല്ല. അപ്പോൾ ഇപ്പോൾ ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ആരും ഒന്നും പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യം ചിലപ്പോൾ ആരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയല്ല, ഇത് പുറത്ത് പറയും അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും എന്നറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് അതിലൊരു കെയർഫുൾ ആവുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഈ ഭാവന 2022 കാലഘട്ടത്തിൽ ബർക്കാദത്തുമായി സംസാരിക്കുന്നു. ഒരുപക്ഷെ അത് രാജ്യം തന്നെ ഞെട്ടിച്ച ഒരു അഭിമുഖമായിരുന്നു. അതിനുശേഷം മലയാള സിനിമയിൽ ഭാവന ഏതാണ്ട് സജീവമാണ്. നിരവധി പേർ ഭാവനയെ സമീപിക്കുന്നുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി. എന്തായാലും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് സിനിമകളൊക്കെ. അപ്പം ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ മലയാള സിനിമയിൽ, വലിയ മാറ്റം. അത് സ്ത്രീകൾ കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ ആ സിനിമ എടുത്ത് അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ ഒരു മാറ്റം. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചായി തോന്നുന്നുണ്ടോ? ഞാൻ ഒരു സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്. കുറേ കൂടിയും ട്രാൻസ്പെറൻ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സിനിമയുടെ ഭാഗമാകുന്ന എല്ലാവരും വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നല്ല ബോധമുള്ള നല്ല ഒരു യങ്സ്റ്റേഴ്സ്, ഒരു ഫുൾ ടീം ശരിക്കും സിനിമയിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, തീരുമാനങ്ങളെല്ലാം ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതിനൊരു വളരെ വ്യക്തമായ ഒരു ഉറച്ച തീരുമാനത്തോടെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ സിനിമയിലുണ്ട് ഇപ്പോൾ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പം റോഷി നോക്കിക്കഴിഞ്ഞാൽ നല്ല സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോയിൻ്റ് വരെയും ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ എന്നുള്ളൊരു പോയിന്റിൽ നിന്നൊക്കെ മാറി സിനിമ ഇപ്പം നല്ല കഥകൾ, അതിൽ വരുന്ന കഥാപാത്രങ്ങൾ മാത്രമായി നടീനടന്മാർ. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ന ഹീറോൻ്റെ സ്റ്റാർഡം വെച്ച് മൂവി ചെയ്യുന്നു, ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. അതിനനുസരിച്ച് തന്നെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ അത്രയ്ക്കധികം മാറി നല്ല നല്ല അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. അതൊരു ഭയങ്കര നല്ല സൈനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഒരുപാട് സ്ത്രീകളും നമുക്ക് കാണാം ടെക്നിക്കൽ സൈഡിലും. അപ്പോൾ എനിക്കൊരു ആ ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു കംബ്രാഡറി ശരിക്കും ടെക്നീഷ്യൻസിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഈ ഒരു ജനറേഷൻ്റെയും കൂടിയും ഒരു വോക്ക് ചിന്താഗതി ആയിരിക്കാം. അത് ഭയങ്കര ഒരു നല്ല ഒരു മൂമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നേരത്തെ എനിക്ക് തോന്നുന്നു 2017 മുമ്പ്, ഏതാണ്ട് ഒരു ഫെബ്രുവരി 17 മുമ്പ് നമുക്ക് പറയാം, മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ, സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോൾ ലിംഗസമത്വം, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ടീമായി വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ മലയാള സിനിമയിൽ വന്നു തുടങ്ങി എന്ന് വിലയിരുത്താൻ പറ്റുമോ? ഞാൻ അതിന് മുൻപും ഇപ്പോൾ മലയാള സിനിമയിൽ എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഏത് പ്രൊഫഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെടുക്കുകയാണെങ്കിലും കുഴപ്പം ഉള്ള ഏരിയ ഉണ്ടാവും, ഇല്ലാത്ത ഇതുണ്ടാവും. നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എല്ലാവരും കുഴപ്പമായിരുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഡോക്ടേഴ്സും പ്രശ്നം ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുൻപ് മൊത്തം കുഴപ്പമായിരുന്നു ഒരിക്കലും ഞാൻ പറയില്ല. ഈ എന്താ പറയുക,
പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാ ഫീൽഡിലുള്ള പോലെ തന്നെ സിനിമയിലുണ്ട്. എനിക്ക് ഇപ്പോൾ അത് കുറേ കൂടി പറയാനുള്ള അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്പേസ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ. പിന്നെ മാത്രമല്ല ഇത്രയും മീഡിയ സ്ട്രോങ് ആണ്, ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ടോ, ആരുടെ ഹെൽപ്പ് കൊണ്ട് അവർക്ക് വെറുതെ ഒരു ലൈവ് ഇട്ടാൽ മതി അല്ലെങ്കിൽ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി. ആ ഒരു ധൈര്യം എനിക്ക് ആക്ച്വലി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഏത് വർക്ക് സ്പേസ് ആണെങ്കിലും എല്ലാവർക്കും ഒരു തുല്യത അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊരു കംഫർട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും അവരവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് കൂടുതൽ പരിഗണന, ഒരാൾക്ക് പരിഗണന ഇല്ല, അല്ലെങ്കിൽ ഒരാൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, മറ്റൊരാൾക്ക് അതില്ലാതാവുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലതാണ്. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഒരു വർക്കിംഗ് സ്പേസ്, നമ്മൾ വീടിനേക്കാൾ കൂടുതൽ സമയം ചിലവാക്കുന്നത് വർക്ക് ചെയ്യാനാണ് ശരിക്കും. അപ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സന്തോഷമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് എല്ലായിടത്തും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പൊതുവേ നേരത്തെയൊക്കെ സിനിമാ മേഖലയിലേക്ക് പെൺകുട്ടികൾ വരുമ്പോൾ അതിന് പാരൻസ് തടസ്സമാകും, അത്ര നല്ല മേഖലയല്ല. പക്ഷേ ഇപ്പം കുറേ പെൺകുട്ടികൾ കടന്നു വന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട താരങ്ങളെക്കാൾ പുതുമുഖങ്ങൾക്ക് അവസരം വരികയും ആ പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. പൊതുവേ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം സമൂഹത്തിൽ സ്ത്രീകൾ എപ്പോഴും ഒരു രണ്ടാമതാണ്. അതിൽ ഒരു മാറ്റം എല്ലായിടത്തും വന്നു തുടങ്ങിയോ? പൊതുവേ ഇപ്പം കുറേ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൊതുവേ സ്ത്രീകളുടെ ജീവിതമൊക്കെ വിലയിരുത്തുന്നത്? എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്നൊന്നും, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്ന ഒരു ജനറേഷനെങ്കിലും കേട്ടോ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സെൻസിബിൾ ആയിട്ട്. ഇപ്പോൾ പണ്ടത്തെ 15 വയസ്സുള്ള ഒരാളെ പോലെ അല്ല ഇപ്പോഴത്തെ 15 വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കും. അവർക്ക് അത്രയ്ക്ക് എക്സ്പോഷർ ഉണ്ട്, അത്രയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും ഇപ്പം നമ്മൾ പലയിടത്തുനിന്നും വാർത്ത കേൾക്കാം. സ്ത്രീകൾക്ക് അവിടെ പുറത്തിറങ്ങിയാൽ ആക്രമിക്കപ്പെടുന്നു പല നഗരങ്ങളിലും, ഇത് കേരളം മാത്രമല്ല. അപ്പം കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ സംരക്ഷണവും സ്ത്രീകൾക്ക് ഇനിയും വേണം, അത് നിയമത്തിൻ്റെ ഭാഗത്തുനിന്നടക്കം വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആസ് എ കൺട്രി ഓഫ് കോഴ്സ് നമ്മുടെ സിറ്റിസൺസിനെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലോ അത് ചെയ്ത് തന്നെ വേണം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇൻക്ലൂഡിങ് ആനിമൽസിന് വരെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ആനിമൽ സ്നേഹിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയിടത്തോളം കാലം ഈ കൺട്രിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ അല്ലെങ്കിൽ ഇവിടുത്തെ ആനിമൽസ് അടക്കം എൻവയൺമെൻറ്റ് അടക്കം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ നിയമം എന്താ പറയണതെന്ന് എനിക്ക് വലിയ വിവരമില്ല, എനിക്കറിയില്ല നിയമത്തിൽ എന്താണെന്ന്. പക്ഷേ ഓഫ് കോഴ്സ് അത് സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ അതിനൊരു പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി കൊടുക്കണം തീർച്ചയായിട്ടും. ഈ ഭാവന സിനിമ നടിയായി വരുന്നു, പിന്നീട് നിർമ്മാതാവായി മാറുന്നു. ഭാവന എഴുത്തിൽ വലിയ താല്പര്യമുണ്ടോ? ഇനി ഒരു കഥയൊക്കെ എഴുതാൻ അല്ലെങ്കിൽ കവിതയൊക്കെ എഴുതാൻ വലിയ താല്പര്യമുള്ള ആളാണോ? സത്യം പറഞ്ഞില്ല, എനിക്ക് നല്ല മടിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പണ്ടൊക്കെ ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഞാൻ ഭയങ്കര എഴുത്തുകാരിയാണെന്നൊക്കെ കാണിക്കാനൊക്കെ ഓരോന്നൊക്കെ ചുമ്മാ എഴുതിയൊക്കെ വയ്ക്കുമായിരുന്നു. പിന്നെ ഒന്നും ഞാൻ അങ്ങനെ എഴുതൊന്നുമില്ല. ഞാനിപ്പോൾ പേന തന്നെ പിടിക്കുന്ന ആ കൂടി വല്ലപ്പോഴും വല്ല ഓട്ടോഗ്രാഫ് ചോദിക്കുമ്പോൾ എഴുതാനാണ്. അതുകൊണ്ട് എഴുത്ത് പരിപാടിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള താല്പര്യമുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, തൽക്കാലം എന്തായാലും ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് വളരെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സായിട്ടൊക്കെ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്യും, കുറേ പല മൂവീസിനെ പറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനോമിയുടെ ഡയറക്ടർ റിയാസ്, റിയാസും ഇങ്ങനെ സിനിമേനെ പറ്റിയൊക്കെ കുറേ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ അത് ഇത് മറിച്ച് അങ്ങനത്തെ ക്യാരക്ടർ ഇങ്ങനത്തെ ഈ സിനിമ കണ്ടോ ആ സിനിമ കണ്ടോ അങ്ങനത്തെ ഡിസ്കഷൻസിൽ ഞാൻ കുറേ എൻഗേജ്ഡ് ആവാറുണ്ട്. കാരണം നമുക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ഈ സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ഡയറക്ഷൻ സംഭവമൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എഴുത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇനിയും സിനിമ നിർമ്മിക്കും, നല്ല പ്രമേയങ്ങളൊക്കെ വരുമ്പം ആ സാഹചര്യം അനുസരിച്ച് നിർമ്മിക്കാനാണോ? നല്ല പ്രോജക്ട്സുകൾ വന്നാൽ ആലോചിക്കാം എന്നുള്ളതിന് ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നുമില്ല. വരുന്ന പോലെ നല്ല സബ്ജക്ട്സുകൾ വന്നാൽ ആലോചിക്കാം എന്നുള്ളൊരു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്കിറങ്ങി അവസാനത്തെ കൂടിക്കാഴ്ച, അത് കഴിഞ്ഞ് ഇനിയും ഒരു വലിയ പോരാട്ടത്തിന് അങ്ങ് തയ്യാറെടുക്കുകയാണ് ഭാവന. ഒരുപക്ഷെ മലയാളികളെല്ലാവരും ആഗ്രഹിച്ചതാണ് അങ്ങനെ ഭാവന പോരാടണം. കാരണം കേരളത്തിലെമ്പാടും ഭാവനയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം തെരുവുകളിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോവാണ്. അത്
ഹൈക്കോർട്ടിൽ അപ്പീൽ പോവുക എന്നുള്ള ഒരു സംഭവം. അതെ, അത് നമ്മുടെ പ്രോസിക്യൂട്ടർ ആണെങ്കിലും ഒക്കെ അന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ഈസി ആയിരിക്കില്ല, അത് അങ്ങനെ ഒരു ജേണിയാണ് എന്ന് മുൻപേ എനിക്ക് അങ്ങനെ ഒരു വാർണിംഗ് തന്നിരുന്നു. ആശങ്കയാണോ? ഞാൻ ആലോചിക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം ലൈഫിൽ ഞാൻ നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ എല്ലാവരും പറയുമല്ലോ. അപ്പം ഞാനും എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 8.5 വർഷക്കാലമുണ്ട്. ആ 8.5 വർഷക്കാലം നഷ്ടപ്പെട്ടു പോയി എന്ന് ഏതെങ്കിലും സമയത്ത് ആലോചിച്ചിരുന്നു? അങ്ങനെയല്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോയ സമയമൊന്നും എന്തായാലും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് വാസ് എ ഫൈറ്റ്, ഇറ്റ് വാസ് എ ബാറ്റിൽ. അതിൻ്റേതായ അപ്സ് ആൻഡ് ഡൗൺസ് എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ ആലോചിക്കാറില്ല. അങ്ങനെ പോരാട്ടത്തിലൂടെ നീതി ലഭിക്കുമെന്ന ആത്മവിശ്വാസം എപ്പോഴും ഭാവനയുടെ മനസ്സിലുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഫൈറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നടക്കും എന്ന് വിചാരിക്കാൻ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും വിചാരിക്കാറില്ല. എന്താ അങ്ങനെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നത്? നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും നടക്കുന്നത്. ഒരു ലീഗൽ ബാറ്റിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എനിക്ക് അറിയണം, അതിൻ്റെ ആ ലീഗൽ ബാറ്റിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അത് നമ്മുടെ കയ്യിലല്ല, നമുക്കൊന്നും ചെയ്യാം. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു, പറയുന്നു, അല്ലാതെ അതിന് ശേഷം അത് നമ്മുടെ കയ്യിലല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ വേർഡിക്റ്റ് വരുന്നത് ഒരാളുടെ ഒരു അഭിപ്രായത്തിൽ നിന്നാണ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിങ്ങനെ എന്ത് പറയാൻ പറ്റും? ഈ തെരുവോരങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാനവീയം വീഥി, ഒപ്പം കൊച്ചിയിൽ വഞ്ചി സ്ക്വയർ, കോഴിക്കോട് മാനാഞ്ചിറ, ഒരുപക്ഷെ എത്രയോ സാംസ്കാരിക പ്രതിരോധങ്ങൾ മനുഷ്യർ തീർത്ത സ്ഥലങ്ങളാണ്. അവിടെ ഒന്നിൽ കൂടുതൽ തവണ ഭാവനയ്ക്ക് വേണ്ടി ആളുകൾ ഒത്തുകൂടുകയാണ്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതൊന്നും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു 2 വരിയിൽ പറയാൻ പറ്റില്ല. ഇതൊന്നും അതൊക്കെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നമുക്കത് വാക്കുകൾ കൂടെ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും തിരക്കുപെട്ട ലൈഫിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നന്ദി എന്ന വാക്ക് പറയാൻ എനിക്കത് ഭയങ്കര ചെറുതായി തോന്നും. അതുകൊണ്ട് അതിനെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അതൊക്കെ. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞാൽ ഭാവന മലയാള സിനിമയിൽ എത്തിയിട്ട് 25 വർഷം പൂർത്തിയാവില്ലേ? 25 വർഷം പൂർത്തിയാകുമ്പോൾ ആ പിന്നിട്ട കഥാപാത്രങ്ങളില്ലേ, അതിലേറ്റവും മനസ്സിൽ ഒരു ഫീലായി നിൽക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? കുറേ ഉണ്ട്. നമ്മൾ ഓഫ്കോഴ്സ് എനിക്ക് മറക്കാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ ഫസ്റ്റ് സിനിമയാണ്, ഫസ്റ്റ് ക്യാരക്ടറാണ് പരിമളം. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് പരിമളം എന്നുള്ള പേര് ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു ക്യാരക്ടറിൻ്റെ പേര് ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ല. പരിമളം എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുപോലെ ചോട്ടാ മുംബൈയിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്ത മലയാളത്തിൽ ഈവൻ ചിന്താമണി, സ്വപ്നക്കൂട്, അതുപോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹണി വീലത്തെ ക്യാരക്ടർ ഇഷ്ടമാണ്. കുറേ ഉണ്ട്. നരൻ, അതിൻ്റെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. പിന്നീട് അത് ആൾക്കാരിലേക്ക് എത്തിയതിന് ശേഷം അവർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പോൾ ഈവൻ ഇൻക്ലൂഡിങ് അനോമിയിലെ സാറാ ഫിലിപ്പിന് വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് തന്നെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് ആ മൂവി ഞാൻ ആസ് എൻ ഓഡിയൻ എന്നുള്ള രീതിയിൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ലാസ്റ്റ് ഷോട്ട് സാറ വണ്ടി ഓടിച്ചങ്ങ് പോയി കഴിയുമ്പോൾ എനിക്കൊരു ചെറിയ ഫീലിംഗ്, ഒരു വിഷമം തോന്നി. സാറയുടെ ജേണി ഇവിടെ തീർന്നല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക്. അത് ഭയങ്കര പുതുമയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് ഇടാൻ കാരണം എനിക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ജേണി തീർന്നല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ വന്നു. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് നമുക്കങ്ങനെ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഇഷ്ടമാണെങ്കിലും ചിലത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ തോന്നും. ഭാവന സാറാ ഫിലിപ്പായി വരുമ്പോൾ ആ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അത് ഒടുക്കം വരെ നോക്കുമ്പോൾ ഒരു ജീവിതവുമായി എന്തെങ്കിലും ഒരു അടുപ്പം, ഇഴയടുപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ സാറാ ഫിലിപ്പ് ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ലേ? സാറാ ഫിലിപ്പായിട്ട് അടുപ്പം എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ക്യാരക്ടറാണ്. ഞാനും കുറേയൊക്കെ അങ്ങനെയാണ്.
കുറച്ച് ഞാൻ കൂടുതൽ പ്രാക്ടിക്കലാവാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല റെസിലിയൻ്റ് ആണ് സാറ. അപ്പോൾ അതും എനിക്ക് കുറച്ചൊക്കെ പിന്നെ കണക്ട് ചെയ്യാമായിരുന്നു. ഈ 2 ഫാക്ടേഴ്സുമാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് സാറ. അഭിനയിച്ച സിനിമകളിൽ പൂർണ്ണ സംതൃപ്തിയാണ് സാറാ ഫിലിപ്പിൽ. എനിക്കിഷ്ടമാണ് ക്യാരക്ടർ. അതെ. ഇനിയിപ്പം കന്നഡ, തമിഴ്, തെലുങ്ക് ഇങ്ങനെ കറങ്ങി വീണ്ടും മലയാളത്തിൽ. ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മറ്റ് ഭാഷകൾ? പൊതുവെ എല്ലാവരും പലതായിട്ട് പറയുന്നതാണ്, പക്ഷെ എങ്ങനെയുണ്ട് ഭാവനയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനൊരു വർക്കിംഗ് ടൈമിംഗ് ഒക്കെ ഡിഫറൻസ് ഉണ്ട് എന്നല്ലാതെ ഭയങ്കര വേറെ. എല്ലാവരും നമ്മളെല്ലാ സ്ഥലത്തും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര നമ്മുടെ ഇവിടുത്തെ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ച് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ചെയ്യും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് പറയുന്നത്. കന്നഡയിലും തമിഴിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ഒരു ഭയങ്കര വർക്കിംഗ് ഫ്രണ്ട്ലി ആണ്. എപ്പോഴും 9 to 6 ഷൂട്ട് ഉണ്ടാവുള്ളൂ. നൈറ്റ് ഷൂട്ട് പോയാൽ പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ഹെക്റ്റിക് ആയിരിക്കും. അതാണൊരു വ്യത്യാസം. നമ്മൾ രാവിലെ ചിലപ്പോൾ 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 9:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞില്ലേ കഴിയാറായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ബാക്കി എനിക്ക് അങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടില്ല. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതേ കുറേ പ്രമേയങ്ങൾ വരുന്നു, നല്ല ക്യാരക്ടറുകൾ വരുന്നുണ്ട്, പക്ഷേ നന്നായി ശ്രദ്ധിച്ച് ക്യാരക്ടറുകൾ സെലക്ട് ചെയ്യുക. നേരത്തെയുള്ള ഭാവന അങ്ങനെ അതിൻ്റെ കുറച്ചും കൂടെ രസകരമായ കഥാപാത്രങ്ങൾ. ഇപ്പോൾ വന്ന ചിത്രങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള അർത്ഥവത്തായ ചില കഥാപാത്രങ്ങളൊക്കെയാണ്. ഇത്തരം അതൊരു സെലക്ഷൻ അങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക്? അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ആസ് ആൻ ആക്ടർ എനിക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. എനിക്ക് ഒരിക്കലും അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക വേണ്ട, സീരിയസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫൺ ക്യാരക്ടേഴ്സും ചെയ്യണം, സീരിയസ് ക്യാരക്ടേഴ്സും ചെയ്യണം. ആസ് ആൻ ആക്ടർ നമുക്ക് അങ്ങനെയാണ് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് തന്നെ ഒരു ചലഞ്ചായി തോന്നുള്ളൂ. നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും വേറെ വേറെ മാറി മാറി ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പം ഇനി വരാൻ പോകുന്ന പടം അത് എങ്ങനെയാണ്? ഗൗരവമുള്ള കഥാപാത്രമാണോ അതോ? കന്നഡയിൽ ഞാൻ ചെയ്തത് കുറച്ച് ഒരു ലോയർ ക്യാരക്ടറാണ്. മലയാളത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ ഫിലിമാണ്. അത് ഓൾമോസ്റ്റ് ഞങ്ങളൊരു 80% ഷൂട്ട് കഴിഞ്ഞു. അതിൽ ഉർവശി ചേച്ചിൻ്റെ, ശ്രീനാഥ് ബാസിൻ്റെ ഒരു ഫൺ ഫിലിമാണ്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൊന്നും ഇട്ടിട്ടില്ല. എല്ലാ യാത്രകളും കഴിഞ്ഞ് കറങ്ങി നേരെ വീട്ടിലേക്ക്, തൃശ്ശൂരിലെ വീട്ടിലേക്ക് എത്താറാണ് പതിവ്. അമ്മയാണ്, അമ്മയും സഹോദരനും. വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ്? തൃശ്ശൂർ വരുമ്പോൾ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ്. ചേട്ടൻ മിക്കപ്പോഴും ഉണ്ടാവാറില്ല, ചേട്ടൻ ഫുൾ കറക്കമായിരിക്കും. പിന്നെ അമ്മ, വീട്ടിലെ 2 പട്ടിക്കുട്ടികൾ, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നവീനും, നവീൻ്റെ അച്ഛനും, പിന്നെ അവിടെ ഒരു പെരിയമ്മയുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടുമാണ് ഞാൻ മാറി മാറി, ഒന്നെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനെ മാറി മാറി. 2ഉം വീട് തന്നെ. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇഷ്ടം തൃശ്ശൂർ നിൽക്കാനാണ്. സഹോദരൻ ദേവൻ സിനിമയെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 പേരും ആദ്യം അഭിനയിച്ചു തുടങ്ങിയവരാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതുപോലെ അങ്ങനെ എല്ലാവരും സിനിമ, നവീനായാലും അങ്ങനെ ഒരു ഫിലിം കുടുംബമാണ് അല്ലേ, സിനിമാ കുടുംബം. അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ദേവൻ സംവിധാനം ആഗ്രഹിക്കുന്നു. ആദ്യം നിങ്ങൾ അഭിനയിച്ചില്ലേ, നിങ്ങൾ 2 പേരും ഒരുമിച്ച്? ഞാൻ 2ൽ എന്തോ പഠിക്കുമ്പോൾ, ചേട്ടൻ അന്ന് 4ലാണ്. ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചേട്ടനായിരുന്നു. ഞാൻ ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഉണ്ണിയുടെ അമ്മ എന്നായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അതിൽ ശ്രീമൂലനഗരം പൊന്നൻ എന്ന് പറഞ്ഞിട്ട് പൊന്നൻ ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത്. അത് ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് രസമായിരുന്നു, അനുഭവം രസമായിരുന്നു. ചേട്ടൻ്റെ ഡയറക്ഷനാണ് താല്പര്യം. എനിക്ക് പക്ഷെ അന്ന് തൊട്ടിട്ട് ഞാൻ പറയും എനിക്ക് നടിയാവണം, എനിക്ക് സിനിമാ നടിയാവണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് അപ്പോൾ തൊട്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായിരുന്നു ഒരു ചവിട്ടുപടി. അതെ. അച്ഛനും ഏറെ ആഗ്രഹിച്ചിരുന്നു സിനിമ. അച്ഛൻ മൂവിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അച്ഛൻ അങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അച്ഛനെപ്പോഴും പഠിക്കുക അങ്ങനെ ഇങ്ങനെ. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. എനിക്ക് അടുത്ത സിനിമ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് കാരണം തന്നെ അച്ഛൻ പഠിക്കണം എന്ന്, ചേട്ടനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കറക്റ്റ് അച്ഛനൊന്നും അങ്ങനെ ശ്രമിച്ചിട്ടേ ഇല്ല കേട്ടോ. ആരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ സിനിമ അങ്ങനെയൊന്നും നമുക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അന്വേഷിച്ച് വന്നതാണ്. ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ സ്കൂളൊക്കെ ഒന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള പോലെ ആയിരുന്നു അച്ഛൻ്റെ. എനിക്കാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂള് കട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ 10th കഴിഞ്ഞ ഉടനെ നമ്മൾ വരുന്നത്. അപ്പോൾ കമൽ സാറിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ അന്നൊന്നും എനിക്ക് കമൽ സാറിൻ്റെ വാല്യൂ ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയൊന്നുമില്ല കേട്ടോ. കാരണം ഞാനൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ ഫുൾ
പിന്നെ ടൈറ്റിൽ എഴുതി കാണിച്ചു കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങുമ്പോഴേ വന്നിരിക്കുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പേരെഴുതി കാണിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എനിക്കതൊന്നും കാണാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമൽ സാറിന് ചെയ്ത പടങ്ങളോ കമൽ സാർ എന്താണെന്നുള്ളതൊന്നും ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. പിന്നീടാണ് ഞാൻ മൈ ഗോഡ് ഇങ്ങനെ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ മൂവിയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്നുള്ളതൊക്കെ പിന്നീടാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നത് തന്നെയാണ്, അല്ലാതെ അച്ഛൻ ഒരിക്കലും അതിന് വേണ്ടി ശ്രമിക്കുകയൊന്നുമില്ല. പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒക്കെ അച്ഛന് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ഈ അനോമി ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് മേക്ക് ചെയ്യുന്നത്. സ്വാഭാവികം ഭാവന കാണുന്ന ചിത്രങ്ങൾ, കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ മലയാളത്തിനപ്പുറത്ത് ഈ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങളാണോ? ഞാൻ പൊതുവേ ഞാനൊരു സിനിമ ലവറാണ്. അതുകൊണ്ട് നല്ല സിനിമയെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഭാഷയാണെങ്കിലും കാണും. മലയാളം, തമിഴ്, പിന്നെ അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ, സ്പാനിഷ്, അത് ഇത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം. നമ്മൾ ഈ സിനിമ എന്തെങ്കിലും ഒരു ഡിസ്കഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ വരും, അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ പിന്നെ കാണാൻ ശ്രമിക്കും. ആ മൂവി അയ്യോ അത് കാണണം, ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്, അങ്ങനെ ഇങ്ങനെ ഒരു ടോപ്പിക് ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും കാണും. പിന്നെ ഞാനും ഒരു മൂവി ബഫാണ്, എനിക്കിഷ്ടമാണ് മൂവീസ് കണ്ടുകൊണ്ടിരിക്കാൻ, സീരീസ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇപ്പോൾ പിന്നെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. പണ്ടെന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടൻ എനിക്ക് മറ്റേ പെൻ ഡ്രൈവിലാക്കി തരണം സിനിമ എന്നുകൊണ്ട് ചേട്ടൻ എന്നിട്ട് ആക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാം കിട്ടുമല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഞാനെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടവേള തന്നെ പറയാം. ഇടവേളയ്ക്ക് ശേഷം അനോമി എത്തുമ്പോൾ അതിൻ്റെ ഏതാണ്ട് പല രാജ്യങ്ങളിലും പോയി, തിയേറ്ററുകളിൽ പോയി, ഒട്ടേറെ ആളുകളെ കണ്ടു. ഇപ്പോൾ അടുത്ത ഒരു 5-6 വർഷത്തിനിടയിൽ ഭാവന ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടത്, നേരിട്ട് പ്രേക്ഷകരെയൊക്കെ കാണുന്നത് ഈ അനോമിയുടെ പ്രൊമോഷൻ സമയത്തായിരിക്കും. ആ യാത്രയിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര പുതുമയായിരുന്നു എല്ലാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പടം നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം വന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, പടം പിന്നെ അങ്ങ് കയറി ഹിറ്റാവും. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരിലുണ്ട്. പടം നല്ലതാണ് കേട്ടോ, കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിനു വേണ്ടി നമ്മൾ നടക്കണം. അത് പൊതുവേ ഇപ്പം അങ്ങനെയാണ് എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പുതുമയായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇപ്പം ഇനി തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എനിക്ക് അറിഞ്ഞൂടെ എത്ര തിയേറ്റർ വിസിറ്റ് ചെയ്തു, ഫുൾ കറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ ദോഹയിൽ പോയി, റിയാദ് പോയി, സൗദി, ദുബായ്, അവിടെ ഇവൻറ്റുകൾ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം വന്നാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ പ്രൊമോഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പടം നല്ലതാണോ മോശമാണോ എന്നുള്ളത് വരുന്നതനുസരിച്ചിരിക്കും ബാക്കി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഫസ്റ്റ് ഡേ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എന്താണ് ആവാൻ പോകുന്നതെന്ന്. ഈവൻ ഗിവനൊക്കെ 2 ദിവസം കൊടുത്താലും എത്ര വലിയ പ്രോജക്റ്റ് ആണെങ്കിലും മോശമാണെങ്കിൽ അത് താഴെ പോകും, എത്ര ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും നല്ലതാണെങ്കിൽ അത് കയറി വരും. അപ്പോൾ നമ്മൾ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ, നമ്മൾ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കുറേ നാൾക്ക് ശേഷം അത് മുൻപ് ഞാൻ തിയേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എവിടെയൊക്കെ, പക്ഷേ അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ടൊന്നും അങ്ങനെ കുറേ തിയേറ്ററിൽ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. സിനിമ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മൂവി തിയേറ്റേഴ്സിൽ പോയി ഇരുന്ന, ഇത് എൻ ടൈറ്റിൽ കഴിഞ്ഞുകൊണ്ടാൽ കയറാൻ പറയുമ്പോൾ എൻ ടൈറ്റിലെ സമയത്ത് ഞങ്ങളുണ്ടെന്ന് അവർക്ക് അറിയാതെ തന്നെ ഓഡിയൻസ് എത്രയോ പേര് ക്ലാപ്പ് അടിക്കുന്നത് നേരിട്ട് ഞങ്ങൾ കണ്ടു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്, എൻ ടൈറ്റിൽ വന്നുകൊണ്ടേ കയറാമെന്ന് പറഞ്ഞിട്ട്. സിനിമ കഴിഞ്ഞാൽ ആൾക്കാർ ക്ലാപ്പൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭയങ്കര ഒരു ഫീലായിരുന്നു അത്. കാരണം ഈ പടത്തിൻ്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 30 minutes ആണ്. അപ്പോൾ അത് തന്നെയാണ് അത് വർക്കായാൽ നമ്മൾ ഓക്കെ ആണ് എന്നുള്ളൊരു തോട്ട് ഞങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാർ അതിൽ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കയറി വരുമ്പോൾ അവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. ഭാവന, എല്ലാവരുടെയും വിജയത്തിലും പരാജയത്തിലും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യം അത് വലിയ പ്രാധാന്യമുണ്ട് ഈ കാലത്ത്. അപ്പം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരു കൺട്രോള് വേണം ശരിക്കും. കാരണം ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ഫീല് ഭയങ്കര മോശമാണ്. അതായത് ഓരോരുത്തരുടെയും മെൻ്റൽ പിന്നെ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭയങ്കര വിലപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഭയങ്കര ഒരു ദിവസത്തിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വളരെ മോശമായ ഒരു കമൻറ്റും ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ എഴുതുന്ന ആൾ ചിലപ്പോൾ വളരെ മോശമായ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം.
ചിലപ്പോൾ ആ ഒരു മിനിറ്റിന് ആ എഴുതുന്ന ആൾക്കൊരു സന്തോഷം കിട്ടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരാളെ പറ്റി അങ്ങനെ ഒരു കമൻറ്റ് എഴുതുന്നത്. അപ്പം ഞാൻ പഠിച്ച പാഠമെന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെയ്യരുത് എന്നുള്ള. ഞാൻ നോക്കുമ്പോൾ വേറെ എത്രയോ വലിയ വലിയ ആൾക്കാർ, ആക്ടേഴ്സ് ആണെങ്കിലും ഈവൻ അതർ ലാംഗ്വേജിലെ ആൾക്കാരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക. എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു മോശം കമൻറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എന്തെങ്കിലും. അപ്പോൾ ഇവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് ബ്ലോക്ക്, ജസ്റ്റ് ലീവ് ഇറ്റ്. ബിക്കോസ് ഒരുപാട് ചിലപ്പോൾ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ബിറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിലുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ വേറൊരാളുടെ സന്തോഷത്തിൽ പോയിട്ട് അത് തകർക്കാൻ ചിലപ്പോൾ ഒരു മനസ്സ് വരുന്നത്. അതിൽ നിന്ന് ചിലപ്പോൾ അയാൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു മെൻറ്റൽ ഇതായിരിക്കില്ല. സോ തീർച്ചയായിട്ടും ഒരു ഫിൽറ്റർ വരുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോ വരുന്നത് നല്ലതായിരുന്നു. ഒരുപക്ഷെ സിനിമകളുടെ വിജയപരാജയങ്ങളെയും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ അത് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞാൻ സ്വന്തമായിട്ടൊരു മൂവി കണ്ട് സ്വന്തമായി വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കുറേ പേര് മോശം എന്ന് കമൻറ്റ് എഴുതിയത് കൊണ്ട് ഞാനത് മോശമാണ് എന്ന് ഞാൻ പറയാറില്ല. കാരണം ഒരുപാട് ചിലപ്പോൾ ഹിറ്റായിട്ടുള്ളൊരു സിനിമ ഞാൻ പിന്നീട് കാണുമ്പോൾ ഇങ്ങനെ ഹിറ്റായതെന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അധികം ഹിറ്റാവാത്തൊരു സിനിമ ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ ഇത് ഭയങ്കര നല്ല സിനിമകളിൽ ഇതെന്താ ഓടാഞ്ഞെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. ഒരു സിനിമ ചിലപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടും, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളുണ്ട്. നമ്മൾ 5 പേര് ഒരുമിച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 പേര് പറയും എനിക്ക് കുഴപ്പം തോന്നിയില്ല കേട്ടോ, എനിക്ക് കൊള്ളാമെന്നാണ് തോന്നിയത്. 2 പേര് എനിക്ക് അത്ര വർക്കായില്ല. അപ്പോൾ തന്നെ 4-5 അഭിപ്രായങ്ങളായി. നമ്മൾ തന്നെ പോയി കണ്ടൊരു അഭിപ്രായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുക. ഒരാൾ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കാണാതിരിക്കില്ല. ആണോ നോക്കട്ടെ എന്നുണ്ട് അങ്ങനെ. കാരണം എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ലല്ലോ എന്ന് പറയാറുണ്ട്. ആണോ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ചിലപ്പോൾ റോഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലേ. ഞാനങ്ങനെ മൂവി ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ അങ്ങനെയാണെന്നാണ് ആ പടം എന്ന് പറഞ്ഞാൽ ഇരിക്കാറില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് ഞാൻ പറയുകയും ചെയ്യുക. ഈ കഴിഞ്ഞ December 8 ഏറ്റവും പ്രധാനപ്പെട്ട ഭാവനയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. അന്ന് ആ ദിവസത്തെ ഒരു പ്രധാന തീരുമാനം വരുന്നു. ആ തീരുമാനം വന്നതിന് ശേഷം എന്തായിരുന്നു ഭാവനയുടെ മാനസികാവസ്ഥ? ആക്ച്വലി ഞാൻ അതിനൊക്കെ ശേഷം കുറച്ച് ടൈം എടുത്തിട്ട് ഞാനൊന്ന് ഒരു പോസ്റ്റ് ഇട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാണ് എവിടെയൊക്കെയോ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. സെയിം ടൈം ഒരു ഹെൽപ്ലെസ് ഫീൽ ഉണ്ടല്ലോ. അതായത് ഓക്കെ സോ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഫീൽ, ഒരു ഹെൽപ്ലെസ് ഫീൽ അത് ഉള്ളിലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഭയങ്കര ഒരു വെയിറ്റേജ് ഉള്ള ഒരു ഫീലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസമൊന്നുമില്ല എന്ന് പറയാനുള്ളൊരു മെയിൻ കാരണം അത് തന്നെയാണ്. ഞാൻ എഴുതിയ ആ ഒരു പോസ്റ്റിൽ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കറക്റ്റ് ഞാൻ എന്താണ് അന്ന് ഗോ ത്രൂ ചെയ്തത് എന്നുള്ളത്. ആ മാനസികാവസ്ഥയിൽ നിന്നും എപ്പോഴാണ് മുക്തമായത്? ഐ തിങ്ക് ഏകദേശം ആ മന്ത് എൻഡൊക്കെ ആവാറായപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒരു പുതിയ വർഷം തുടങ്ങുന്നു. അപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടൊരു വർഷം തുടങ്ങണം എന്നുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ എഫേർട്ട് ഇടും, നമ്മൾ തന്നെ ഓക്കെ ലൈക്ക് നടന്നത് സംഭവിച്ചു ഇനി അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് നമ്മൾ എത്തും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ February 6 മൂവി റിലീസ് ആവുമായിരുന്നു അനോമി. അപ്പോൾ January പകുതി തൊട്ടിട്ട് നമുക്ക് പ്രൊമോഷൻസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഒരിക്കലും എൻ്റെ പടത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ January 14 തൊട്ടേ നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ഓക്കെ ആയി. അതായത് ഓക്കെ അത് കഴിഞ്ഞു, അടുത്തത് എൻ്റെ ജോലിയാണ്, എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ തുടങ്ങി. ഇങ്ങനെ ഒരു വിശാലമായ സൗഹൃദങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കൂടെ നിർത്തി അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഭാവന. എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എന്ന് കരുതി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന എപ്പോഴും കാണുന്നതൊന്നുമില്ല. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്, കാണാൻ പറ്റുമ്പോൾ കാണും.
പക്ഷേ അത്യാവശ്യം നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ വാദോരാതെ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഓഫ്കോഴ്സ് ഭയങ്കര ടോക്കറ്റീവായിരിക്കും എല്ലാം. നമ്മൾ എപ്പോഴെങ്കിലും കൂടണം എന്ന് നമ്മൾ ഈക്വലി എഫേർട്ട് ഇടുന്ന ആൾ, നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് പറയട്ടെ, ഫ്രീ ആകുമ്പോൾ പറയട്ടെ, അങ്ങനെ കാണാറുണ്ട്. കാണുമ്പോൾ നല്ലതാണ്. നേരത്തെ ചില അഭിമുഖങ്ങൾ ഭാവന നന്നായി വായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു അഗാധമായ വായന തുടരുന്നുണ്ടോ? ഇത് ഞാൻ പണ്ട് അതായത് എൻ്റെ ഫസ്റ്റ് ഒരു ടൈമിലൊക്കെ ഒരു ഫസ്റ്റ് തമിഴ് മൂവി ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ ബുക്ക് റീഡിങ്ങിനൊക്കെ, ആ സമയത്തൊക്കെ ഞാൻ അതിന് മുമ്പ് വരെ ഞാൻ ആകെ കൂടി വായിക്കുന്നത് ബോബൻ മോളി മാത്രമാണ്. ബോബൻ മോളി, ബാലരമ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒരു സീരിയസ് ബുക്ക് എന്ന് പറയുന്നത് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്നൊരു ബുക്ക് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ച ബുക്ക് വായിക്കുന്നത്. അതായത് ആ സമയത്ത് പിന്നെ അതിനോടൊരു ഹരമുണ്ടായിരുന്നു. പിന്നെ അത് എപ്പോഴൊക്കെയോ പോയി ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഫുൾ ടൈം മൊബൈൽ അല്ലെങ്കിൽ OTT എന്തെങ്കിലും കാണുക എന്നല്ലാതെ ഇപ്പോൾ ബുക്ക് റീഡിംഗ് ഒക്കെ വളരെ കുറവ്. ബോബൻ മോളി ആ കാലത്ത് വലിയ സ്വാധീനമുണ്ടായി. കാരണം ഈ സാമൂഹിക സമകാലിക വിഷയങ്ങളൊക്കെ വളരെ ഹാസ്യാത്മകമായി എഴുതാറുണ്ടായിരുന്നില്ലേ? എനിക്ക് അന്നും ഇന്നും ഞാൻ ബോബൻ മോളി, ടോം ആൻഡ് ജെറി, ജംഗിൾ ബുക്ക്, ഈ മൂന്നും എനിക്ക് അന്നും ഇന്നും ഭയങ്കര ഫേവററ്റാണ്. ഇപ്പോഴും ടോം ആൻഡ് ജെറി ഞാൻ വെറുതെ യൂട്യൂബിലെടുത്ത് കാണാറുണ്ട്. ബോബൻ മോളി ഞങ്ങളുടെ വീട്ടിൽ ഒരു എന്തോ ഒരു എഡീഷൻ സംതിങ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷൻ ഒരു ബോബൻ മോളി ഇത്ര കട്ടിയുള്ളത് കുറേ ഞാനും ചേട്ടനും ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജംഗിൾ ബുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കതിൻ്റെ ടൈറ്റിൽ സോങ് വരെ എനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയാണ്. ഞാൻ മൗഗ്ലിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന മൂന്ന് കാര്യങ്ങളാണിത്: ടോം ആൻഡ് ജെറി, ബോബൻ മോളിയും ജംഗിൾ ബുക്കും. ഈ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ പ്രധാനപ്പെട്ട പല താരങ്ങൾക്കൊപ്പം ഭാവന അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്രധാന താരത്തിനൊപ്പം അഭിനയിക്കാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടോ? നമുക്ക് നല്ല കുറേ ആക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഡെഫിനറ്റായിട്ടും നല്ല സ്ക്രിപ്റ്റ് വരുന്നതിനനുസരിച്ച് എല്ലാവരും കൂടെയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു വൺ ലൈനൊക്കെ മനസ്സിൽ വരാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും പങ്കുവെക്കാറുണ്ടോ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു ഡിസ്കഷനിൽ വന്നു പോകുന്നല്ലാതെ അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് ആഗ്രഹം. പറ്റാവുന്നിടത്തോളം. തനിച്ചല്ല, ഒപ്പമുള്ളവർ കൂടെ ഹാപ്പി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഭാവന. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും നമ്മളെ കൈവിട്ട് പോകുമ്പോൾ ഒപ്പം ഉണ്ടാവുന്നവരായിരിക്കും നമ്മുടെ അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ. അതിനപ്പുറത്തും കുറേ സുഹൃത്തുക്കൾ ഭാവനയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അതിങ്ങനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, സംസാരിക്കാം എന്നുള്ള കുറേ നല്ല സുഹൃത്തുക്കൾ. അത് ഇൻഡസ്ട്രിയിലും ഉണ്ട്, പുറത്തും ഉണ്ട്. അവർക്ക് നമുക്ക് ആത്മവിശ്വാസം തരുന്ന ആൾക്കാരാണ്. അതെ, തീർച്ചയായിട്ടും. പല കാലഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് വന്നവരാണ് ഭാവന. ഭാവനയെക്കുറിച്ച് അഭിമാനമാണ് മലയാളികൾക്ക്, ഒരുപക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാനൊരു സിമ്പിൾ ഹ്യൂമൻ ബീങ് ആണ്. എല്ലാവരെയും പോലെ തന്നെയുള്ള ഫീലിങ്സ് ഉള്ള, എല്ലാവരുടെയും പോലെ തന്നെ ചിന്തിക്കുന്ന, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതകളും ഞാൻ കാണുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ബിഹേവ് ചെയ്തു, റിയാക്ട് ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഞാൻ കാണാതെ അല്ലാതെ കേൾക്കാത്ത എത്രയോ പേര് സപ്പോർട്ട് തരുന്ന, അല്ലെങ്കിൽ സ്നേഹം തരുന്ന, ഒരു ചെറിയ വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹായ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കമൻറ്റ് കൊണ്ടായിരിക്കാം, അതിനൊക്കെ എനിക്ക് തീർത്താൽ തീരാത്ത അത്രയും നന്ദിയും സ്നേഹവും മാത്രം എന്നും. കുറേ സമയം നമ്മൾ സംസാരിച്ചു. കരുത്തിയായി ഭാവന ഇനിയും മുന്നോട്ട് പോകണമെന്ന് കേരള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് റിപ്പോർട്ടറും ആഗ്രഹിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ഭാവനയ്ക്കൊപ്പം ഞങ്ങളുണ്ടാവും. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും, റിപ്പോർട്ടർ ചാനലിലും എല്ലാവർക്കും എൻ്റെ വലിയ നന്ദി. താങ്ക് യു സോ മച്ച്.